എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെസേർട്ട് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അഡൾട്ട്സിന് പെർ ഹെഡ് 100 ദർഹവും കിഡ്സിന് 85 ദർഹവുമാണ്. അപ്പോൾ അത് 2 സെക്ഷനായിട്ടാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഒരു ബൈക്ക് റൈഡിങ് സെക്ഷനും പിന്നീട് കാർ റൈഡിങ് സെക്ഷനും ആണ്. വഴിയെ നമുക്ക് വിശേഷങ്ങൾ കാണാം. ഇവിടെ ആണ് ബൈക്ക് റൈഡിങ് സെക്ഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലായത് കൊണ്ടും ഈ ബൈക്ക് റൈഡിങ് സെക്ഷൻ നമ്മൾ സ്പെഷ്യലായിട്ട് എക്സ്ട്രാ പേ ചെയ്യണം. അത് സിംഗിൾ ബൈക്ക് ആണെങ്കിൽ 185ഉം അതല്ല 2 പേർക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ 250ഉം അങ്ങനെ പേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നല്ല വെയിലുണ്ട്, കുട്ടു പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടില്ല. ഇതിന് നമുക്ക് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയത് കാർ റൈഡിൻ്റെയൊക്കെ സെക്ഷനിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഡെസേർട്ട് സഫാരി. ഡെസേർട്ടിലൊക്കെ കയറിയപ്പോൾ തന്നെ ചേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടോളാൻ. അത് കുറച്ച് റൈഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സീറ്റ് ബെൽറ്റ് ഇടുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി. ഒരു പാർക്കിൽ പോകുമ്പോൾ റോളർ കോസ്റ്ററൊക്കെ കയറുമ്പോൾ നമ്മളിങ്ങനെ എടുത്തെറിയണ പോലെയൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അകത്ത്. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ടായിരുന്നു അവിടെ പിടിക്കരുത്, അത് പിടിച്ചാൽ ഊരി പോരുമെന്നൊക്കെ, നമ്മുടെ മേളിൽ ഹാൻഡിൽ പിടിക്കാൻ പറ്റുന്ന സെക്ഷനിലൊക്കെ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാത്രമല്ലായിരുന്നു, വേറെ 2 രാജ്യക്കാർ, ടാൻസാനിയയിൽ നിന്നൊരു ചേട്ടനും പിന്നെ മ്യാൻമാറിൽ നിന്ന് 2 ചേച്ചിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ആയിരുന്നു പോയത്. ചേട്ടനാണെങ്കിൽ അടിപൊളി പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനൊപ്പം അവർ ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സും ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡെസേർട്ടിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ആ ഒരു കാറ്റിൻ്റെ കാരണം കാറ്റ് വരും. അവർ ചില്ല് കയറ്റിയിട്ടിട്ട് വരണമെങ്കിൽ പോലും ചില സമയത്ത് അവർ കാറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കണ്ണിങ്ങനെ മണ്ണ് പറക്കുമായിരുന്നു. എടാ നിക്കി ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ ഡെസേർട്ടിലെ ഫോട്ടോഷൂട്ടും
ചെറിയ ചെറിയ ഗെയിംസും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. ഇനി റിട്ടേൺ ഒരു ക്യാമ്പിലേക്കായിരുന്നു. അവിടെ ഫയർ വർക്ക്, അതുപോലെ ബെലി ഡാൻസ്, ഫുഡ് ഒക്കെ ഫ്രീ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് മൈലാഞ്ചി ഇടണമെങ്കിൽ മൈലാഞ്ചിയുമൊക്കെ ഇടാമായിരുന്നു. അവിടുത്തെ വിശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡെസേർട്ട് സഫാരി UAE വിസിറ്റിന് പോയാലും നമ്മൾ ജോബിന് പോയാലും മസ്റ്റ് ട്രൈ എന്ന് വേണം ഞാൻ പറയാൻ. കാരണം അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ആടുജീവിതമാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അവിടുത്തെ ആ ഒരു കാലാവസ്ഥയും അവിടുത്തെ കാറ്റും ആ ഒരു പ്രത്യേകതയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് UAE പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അത്